യെസ്, ഞങ്ങൾ ഇന്ന് ആവേശം കാണാൻ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മയാണുള്ളത്. ഒരു ഹായ് പറയാം ഗ്രീഷ്മ. ഹായ്. ഓക്കെ, അപ്പം മൂവി കണ്ടിട്ട് വരാം. ബൈ. എടാ മോനെ, ആവേശം കണ്ടു. സൂപ്പർ സിനിമ, അടിപൊളി. ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. സൈക്കോ ഷമ്മിക്ക് ശേഷം വേറൊരു സൈക്കോ, രംഗ അടിപൊളിയായിരുന്നു. സിനിമയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ട് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. നല്ല പേര് പോലെ തന്നെ ആവേശം ഉള്ളൊരു സിനിമ. വലിയൊരു സ്റ്റോറിയോ മീനിങ്ങോ അങ്ങനെ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാലില്ല. ബട്ട് അടിച്ചു പൊളിച്ച് കാണാം. നമുക്ക് ഒരു മാസ് പടം എന്നൊക്കെ പറയാമല്ലോ, ഒരു ലോക്കൽ മാസ് പടം എന്ന് പറയാം. അങ്ങനത്തെ ഒരു സിനിമയാണ്. ആൻഡ് ഒരു ഫണ്ണായിട്ടുള്ള സിനിമയാണ്. പിന്നെ നമ്മളെ ഫഹദ് ഫാസിലിൻ്റെ കോസ്റ്റ്യൂം ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ നമ്മൾ ഫഹദ് ഫാസിലിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇപ്പം അതിൽ ഞാൻ പറയുന്നില്ല, സ്പോയിലറായി പോകുമ്പോൾ. ഇപ്പം അതിൽ എല്ലാ കോസ്റ്റ്യൂമും ഫഹദ് ഫാസിലിൻ്റെ അടിപൊളിയാണ്. ചില സമയത്തൊക്കെ എനിക്ക് മറ്റേ പബ്ജിയൊക്കെ പോലെ തോന്നുന്നുണ്ടായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ. അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു കാർട്ടൂൺ പോലത്തെ ഒരു അനിമി പോലത്തെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് സൂപ്പർ. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ ഒരു എല്ലാ സോങ്സും സൂപ്പർ ഉണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിയുടെ സോങ്, ഒരു എന്താ മോനെ ചാടാന്ന് പറഞ്ഞിട്ട് കിടു സോങ്. അത് ബാസിയുടെ സൗണ്ടിൽ തന്നെ. അതിപ്പോൾ നമ്മൾ അല്ലാണ്ട് കേട്ടാലും ആ പാട്ട് വേറൊരാൾ പാടിയാലും നമുക്ക് ബാസിയുടെ സൗണ്ടിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ ബാസി. അത് നല്ല സോങ് ആയിരുന്നു. എല്ലാവരും അവർ ആ 3 ആൺകുട്ടികളാണെങ്കിലും അടിപൊളിയായിട്ടാണ് അഭിനയിച്ചത്. നല്ല നല്ല രസമുള്ള ഒരു നല്ല എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് മൂവി എന്നൊക്കെ വേണം പറയാം. എനിവേ അടിപൊളിയായിരുന്നു.